ആ പെയ്തൊഴിഞ്ഞ മഴയിലും പമ്പയാറിലെ ഓളങ്ങൾക്ക് വഞ്ചിപ്പാട്ടിന്റെ താളം. പള്ളിയോടങ്ങളുടെ വരവിനായി കാത്തു നിൽക്കുന്നതുപോലെ കടവിൽ തിരുവോണത്തോണി. കുറുകുന്ന അമ്പലപ്രാവുകൾ പറന്നുയരുന്നത് പോലും വഞ്ചിപ്പാട്ടിന്റെ താളത്തിലാണോ എന്ന സംശയം ഇവിടെ എത്തുമ്പോൾ തോന്നാം. കാറ്റിലിളകുന്ന ദീപങ്ങളും നിറയുന്ന നെൽപ്പറകളും പൂത്താലവും അഷ്ടമംഗല്യവും ഭഗവാന് സമർപ്പിച്ച് നിറഞ്ഞ ഭക്തിയോടെ തൊഴുതു നിൽക്കുന്ന ഭക്തർ. കേരളത്തിലെ പ്രധാനപ്പെട്ട മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെയാണ് ഈ കാഴ്ചകൾ. പമ്പാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രം വള്ളം കളിക്കും വള്ളസദ്യയ്ക്കും പേരുകേട്ടതാണ്. ചെങ്ങന്നൂർ കോഴഞ്ചേരി പാതയിൽ 11 കിലോമീറ്റർ മാറിയാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വനവാസകാലത്ത് അർജുനൻ തന്റെ തേവാരമൂർത്തിയായി ആരാധിച്ചിരുന്ന വിഗ്രഹമാണിതെന്നും അർജുനൻ തന്നെയാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ചതെന്നും ഐതിഹ്യങ്ങൾ പറയുന്നു. നിലയ്ക്കൽ നാരായണപുരത്ത് പ്രതിഷ്ഠിച്ചിരുന്ന തേവാര വിഗ്രഹം നിലനിന്ന സ്ഥലം കാലാന്തരത്തിൽ വാസയോഗ്യമല്ലാതെയായി. അപ്പോൾ ഭഗവാൻ സ്വയം തന്റെ ക്ഷേത്രനിർമ്മിതിക്കായി 6 മുളകൾ കൊണ്ട് തീർത്ത ചങ്ങാടം പമ്പാ നദിയിലൂടെ ഒഴുകിക്കൊണ്ടുവന്നു. നിലയ്ക്കലിൽ പ്രതിഷ്ഠിച്ച വിഗ്രഹം 6 മുള കൂട്ടിക്കെട്ടിയ ചങ്ങാടത്തിൽ കൊണ്ടുവന്ന് ഇവിടെ അടുത്തുള്ള ഒരു വിളക്കുമാടത്തിൽ ആദ്യം പ്രതിഷ്ഠിച്ചെന്നും തന്മൂലം ആറന്മുള എന്ന പേരുണ്ടായെന്നുമാണ് വിശ്വാസം. ഇതിന്റെ പ്രതീകമായാണ് ഉത്സവ ദിനത്തിൽ ആദ്യ ദിവസം വിളക്കുമാടത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ് നടക്കുന്നത്. തിരികെ ഇവിടെ നിന്ന് മുള എഴുന്നള്ളിപ്പും നടക്കുന്നു. പാർത്ഥസാരഥിയുടെ മൂലസ്ഥാനമായി വിശേഷിക്കപ്പെടുന്ന വിളക്കുമാടം കൊട്ടാരത്തിലേക്കുള്ള എഴുന്നള്ളിപ്പോടെയാണ് ഉത്സവ ദിനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ആറന്മുള കൊടിയേറ്റ്, പുഷ്പാഭിഷേകം തുടങ്ങിയ എല്ലാ ആഘോഷങ്ങളും ഇടയാറന്മുള വിളക്കുമാടത്തിൽ കൊട്ടാരത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അവിടെ നിന്നും ആനയും 6 മുള ഏറിയ കരനാഥനും ആറന്മുള ക്ഷേത്രത്തിൽ എത്തിക്കുന്നതോടുകൂടി കൊടിയേറുന്നു. അതിനുശേഷം 10 ദിവസം നീണ്ടു നിൽക്കുന്ന മകരമാസത്തിലെ അത്തനാളിൽ കൊടിയേറി ഉത്സവം ആരംഭിക്കുന്നു. പുഷ്പാഭിഷേകം മെയ് മാസത്തിലാണ്. പുഷ്പാഭിഷേകത്തിനും പുഷ്പം കൊണ്ടുള്ള വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര വിളക്കുമാടം കൊട്ടാരത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അങ്ങനെ തിരുവാറന്മുളയുടെ മൂലസ്ഥാനമായ വിളക്കുമാടം കൊട്ടാരം എല്ലാം കൊണ്ടും ഇടയാറന്മുളയുടെ തിലകക്കുറിയായി നിലനിൽക്കും. 5-ാം ദിവസത്തെ ഗരുഡവാഹനം എഴുന്നള്ളിപ്പിനും പ്രത്യേക പ്രാധാന്യമുണ്ട്. വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ 12-ാം തീയതി വരെ നടക്കുന്ന ആഘോഷമാണ് കളഭവും വിളക്കും. നിത്യേന 5 പൂജകളുള്ള ആറന്മുള ക്ഷേത്രത്തിൽ ഉച്ചപൂജയ്ക്കാണ് പ്രാധാന്യം. അർജുനനാണ് ഇവിടുത്തെ ഉച്ചപൂജ നടത്തിയിരുന്നത് എന്ന സങ്കല്പത്തിലാണ് ഉച്ചപൂജയ്ക്ക് പ്രാധാന്യം കൈവന്നത്. ദേവചൈതന്യം കൂടി നിൽക്കുന്ന സമയമാണിത്. ഈ സമയം ക്ഷേത്ര പരിസരത്ത് എവിടെ നിന്നാലും അതിന്റെ ഫലസിദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ബലിക്കൽപുരയിൽ കരിങ്കല്ല് കൊത്തിവെച്ച വ്യാളിയുടെ പ്രതിമയുണ്ട്. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള കരിങ്കൽ തൂണിൽ കൊത്തിവച്ചിരിക്കുന്ന വ്യാളിയുടെ വായിൽ ഒരു ചെറിയ ഗോളമുണ്ട്. സച്ചിന്തയോട് കൂടിയുള്ള ഏതാഗ്രഹവും സാധിക്കാൻ വ്യാളിയുടെ വായിലെ ഗോളം ഉരുട്ടിയാൽ മതി എന്നൊരു വിശ്വാസവുമുണ്ട്. ഈ ഗോളം പുറത്തെടുക്കാൻ കഴിയാത്ത വിധത്തിലാണ് ഇതിന്റെ നിർമ്മാണം. ക്ഷേത്രത്തിന്റെ ചുവരുകളെല്ലാം 18-ാം നൂറ്റാണ്ടിൽ വരച്ച മനോഹരമായ ചിത്രങ്ങളാൽ അലങ്കൃതമാണ്. കേരളീയ വാസ്തുവിദ്യാ ശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം. കിഴക്കേ ഗോപുരം കലാസൗന്ദര്യം പ്രകടമാകുന്ന തരത്തിൽ ദാരുശില്പങ്ങൾ നിറഞ്ഞതാണ്. കരിങ്കൽ തൂണുകളിലും കൊത്തുപണികളുണ്ട്. ചുറ്റുപാട് നിന്നുള്ള മണ്ണുകൊണ്ട് ഉയർത്തിയെടുത്ത പ്രതലത്തിലാണ് ക്ഷേത്രം. വാസ്തുവിദ്യയുടെ വൈഭവം എടുത്തുകാട്ടുന്നതാണ് ക്ഷേത്രത്തിന്റെ 4 ഗോപുരങ്ങൾ. വിശാലമായ ക്ഷേത്ര പരിസരത്തിലേക്ക് പ്രവേശിക്കുന്നതിനായി 4 വശത്തും കവാടങ്ങളുണ്ട്. കിഴക്കേ ഗോപുരത്തിലേക്ക് പ്രവേശിക്കാൻ 18 കരിങ്കൽ പടവുകളാണുള്ളത്. ഇത് 18 പുരാണങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്.
ഗോപുരങ്ങൾക്ക് കാവലായി 4 മലദൈവങ്ങളുണ്ടെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന്റെ വടക്കേ നട പമ്പാ നദിയിലേക്കാണ് ഇറങ്ങുന്നത്. ഇവിടേക്ക് ഇറങ്ങാൻ 57 പടവുകളാണുള്ളത്. തിരുവോണത്തോണിയും വള്ളസദ്യയിൽ പങ്കെടുക്കുന്ന പള്ളിയോടങ്ങളും എത്തിച്ചേരുന്നതും സ്വീകരിക്കുന്നതും ഈ കടവിലാണ്. മൂലവിഗ്രഹം 4 തൃക്കൈകളോട് കൂടി നിൽക്കുന്ന മഹാവിഷ്ണുവിൻ്റെതാണ്. 6 അടിയോളം ഉയരമുള്ള വിഗ്രഹമാണിത്. മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വലം കൈയിൽ സുദർശന ചക്രവും ഇടം കൈയിൽ ശംഖുമുണ്ട്. താഴെ ഇടത് കൈയിൽ ഗദയും വലതു കൈയിൽ താമരപ്പൂവുമുണ്ട്. ശ്രീകോവിലിന്റെ തെക്കുഭാഗത്ത് തെക്കോട്ട് ദർശനമായി ഗണപതിയുടെ രൂപം കൊത്തിവച്ചിട്ടുണ്ട്. വായുകോണിൽ ബലഭദ്രസ്വാമിയുടെയും ഈശാന കോണിൽ നാഗദേവതമാരുടെയും പ്രതിഷ്ഠയുണ്ട്. തെക്കു പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി ശാസ്താവിനെയും അതിനു സമീപം കിഴക്ക് ദർശനമായി യക്ഷിയമ്മയെയും വടക്കു പടിഞ്ഞാറേ മൂലയിൽ ശ്രീ ഭഗവതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ വടക്കുവശത്തുള്ള കീഴ്ത്രിക്കോവിൽ ക്ഷേത്രനിരപ്പിൽ നിന്നും 18 അടി താഴെയാണ്. ബലരാമനും പരമശിവനും ഗണപതിയുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ. ചിങ്ങമാസത്തിലെ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ് ആറന്മുള ദേശക്കാരുടെ തിരുവോണനാൾ എന്ന് പറയുന്നത്. കൂടാതെ 63 വിഭവങ്ങളുള്ള വള്ളസദ്യയും എടുത്തു പറയേണ്ട സവിശേഷതയാണ്. ആറന്മുള പാർത്ഥസാരഥിക്ക് ഇഷ്ടപ്പെട്ട വഴിപാടാണ് അന്നദാനം. ആറന്മുളയൂട്ട്, തിരുവോണ സദ്യ, വള്ളസദ്യ എന്നിങ്ങനെ എല്ലാ ആഘോഷ ദിവസങ്ങളിലും വർഷം തോറും ക്ഷേത്രത്തിൽ അന്നദാന വഴിപാട് നടത്തിവരുന്നു. ചിങ്ങമാസത്തിൽ ഉത്രട്ടാതിക്കാണ് പാർത്ഥസാരഥിയുടെ പ്രതിഷ്ഠ ആറന്മുളയിൽ നടന്നത്. അർജുനന്റെ ജന്മദിനവും അന്നാണ്. ഉത്രട്ടാതി വള്ളംകളിയും ആറന്മുളയിൽ അന്നാണ് നടക്കുന്നത്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ശബരിമല അയ്യപ്പന് കാണിക്കയായി സമർപ്പിച്ച തങ്ക അങ്കി സൂക്ഷിക്കുന്നതും ആറന്മുള ക്ഷേത്രത്തിലാണ്. എല്ലാ വർഷവും മണ്ഡലവിളക്കിന് മുമ്പായി തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇവിടെ നിന്ന് ശബരിമലയിലേക്ക് പുറപ്പെടുന്നു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഐതിഹ്യവും ചരിത്രവും ഇഴചേർന്നതാണ് തിരുവോണത്തോണിയുടെ യാത്ര. തിരുവാറന്മുളയപ്പന് ഓണസദ്യക്കുള്ള വിഭവങ്ങളാണ് തോണിയിലെത്തിക്കുന്നത്. മങ്ങാട്ട് കുടുംബത്തിന് പാരമ്പര്യ വഴിയിൽ ലഭിച്ചതാണ് ഈ അവകാശം. കോഴഞ്ചേരി കാട്ടൂരിൽ നിന്നാണ് എല്ലാ വർഷവും തിരുവോണത്തോണി ആറന്മുളയ്ക്ക് പുറപ്പെടുന്നത്. ഇതിനു മുന്നോടിയായി മങ്ങാട്ട് ഭട്ടതിരി കുമാരനല്ലൂർ മങ്ങാട്ടില്ലത്ത് നിന്ന് അകമ്പടി വള്ളമായ ചുരുളൻ വള്ളത്തിൽ കാട്ടൂരിലെത്തുകയാണ് പതിവ്. തിരുവാറന്മുളയപ്പന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് അതിനുള്ള വിഭവങ്ങളുമായാണ് കുമാരനല്ലൂരിൽ നിന്ന് ജലമാർഗം മങ്ങാട്ട് ഭട്ടതിരി കാട്ടൂരിലെത്തുന്നത്. തിരുവോണ പുലരിയിൽ ആറന്മുള ക്ഷേത്രക്കടവിലെത്തും. സാധനങ്ങൾ ക്ഷേത്രത്തിലേൽപ്പിച്ച് തൊഴുത് ദീപം കൈമാറി പുറത്തിറങ്ങുന്നതോടെ സദ്യ ഒരുക്കം തുടങ്ങും. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായി ഭഗവാനൊപ്പം എന്ന സങ്കല്പത്തിൽ ഓണമുണ്ട്. വൈകിട്ട് ദീപാരാധന തൊഴുതാൽ 1 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമാകും. ഒപ്പം അടുത്ത കാത്തിരിപ്പിന് തുടക്കവും. പൂരാടത്തിന്റെ അന്ന് ക്ഷേത്രക്കടവിൽ നിന്ന് കാട്ടൂർ ക്ഷേത്രത്തിലേക്ക് സർവ അലങ്കാരങ്ങളോടും കൂടി തോണി നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ഉത്തിരാടത്തിൻ്റെ അന്ന് വൈകിട്ട് കാട്ടൂർ ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം അവിടുന്ന് മങ്ങാട്ട് ഭട്ടതിരിയുടെ സാന്നിധ്യത്തിൽ ആറന്മുളയ്ക്ക് തിരിക്കുകയും തിരുവോണ ദിവസം രാവിലെ 6 മണിയോടുകൂടി ക്ഷേത്രക്കടവിലെത്തി 52 പള്ളിയോടങ്ങളുടെ സാന്നിധ്യത്തിലാണ് തിരുവോണത്തോണി ആറന്മുളയ്ക്ക് എത്തുന്നത്. അതിൽ നിന്ന് എല്ലാ കരക്കാരുടെയും സാന്നിധ്യവും, അതുകൂടാതെ ചോതിയളവിന് നമ്മൾ ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും കാട്ടൂരെത്തിച്ചു കൊടുത്ത 51 പറ നെല്ല് ഉരലിൽ ഇടിച്ച് കുത്തിയ നെല്ല് അരിയാക്കി തിരുവാറന്മുളയപ്പനെ തിരുവോണ ദിവസം നേദിക്കുവാനായി ഇവിടെ എത്തിച്ചു നൽകുന്നു. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ആറന്മുള കണ്ണാടിയാണ്. ആറന്മുളയുടെ പ്രശസ്തി ലോകമെമ്പാടും അറിയുന്നത് ആറന്മുള കണ്ണാടിയിലൂടെയാണ്. തിരുവാറന്മുളയപ്പന്റെ അനുഗ്രഹത്തോടെ പണിത ഈ കണ്ണാടി പ്രത്യേക ലോഹക്കൂട്ടുകൾ കൊണ്ടുണ്ടാക്കിയതാണ്. ആറന്മുള പുഞ്ചയിലെ മണ്ണും ഈ കണ്ണാടിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. പാർവതി ദേവിയുടെ കരസ്പർശമേറ്റ മണ്ണാണ് ആറന്മുള പുഞ്ചയിലേതെന്നാണ് വിശ്വാസം. അതുകൊണ്ടു തന്നെ ആറന്മുള കണ്ണാടിയിൽ മുഖം നോക്കുന്നത്
ഐശ്വര്യപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. ഭഗവാന് പ്രിയപ്പെട്ട വള്ളസദ്യയും വഞ്ചിപ്പാട്ടും അടുത്തെറിഞ്ഞ് തൊഴുതു മടങ്ങുമ്പോൾ കൊടിമരത്തിന് മുകളിലായി വട്ടമിട്ട് പറക്കുന്ന ശ്രീകൃഷ്ണ പരുന്ത്. തിരുവാറന്മുളയപ്പനെ കണ്ടുവണങ്ങി ഈ യാത്ര ഇവിടെ പൂർണ്ണമാകുന്നു.